എൻ്റെ പേര് ആഷ്ലി ജേക്കബ്. ഇതെൻ്റെ ഫ്രണ്ട്സ്. ഞങ്ങളെല്ലാവരും BSc നഴ്സിംഗ് 4th ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഹൈദരാബാദ് KNR യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങളുടെ പഠനം പൂർത്തീകരിച്ചത്. ഞാനിവിടെ ആദ്യമായിട്ട് സാക്ഷ്യം എടുക്കാൻ വരുന്നത് 2023 ഒക്ടോബർ 24 ആയിരുന്നു. അതിന് വലിയൊരു കാരണം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയറിൽ എനിക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിട്ട് എൻ്റെ വലത് കൈ ഭയങ്കരമായിട്ട് വേദനയും അതുപോലെ തന്നെ എൻ്റെ കൈമുട്ട് തിരിഞ്ഞു പോവുകയും ചെയ്തായിരുന്നു. ഞാൻ അവിടെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്തു. 2-3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. അതിലൊരു ഡോക്ടർ പറഞ്ഞത് കുറച്ച് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ പാരലൈസ് ആയി പോകുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് കേട്ടതോടെ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായിപ്പോയി. എനിക്ക് BSc നഴ്സിംഗ് തുടരാൻ പറ്റുമോ, ഞാനിത് ഡ്രോപ്പ് ചെയ്യണോ? കാരണം ഈ ഒരു വർഷത്തേക്കുള്ള എക്സാം ഫീസും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയെ വിളിച്ചെന്നും കരച്ചിലായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ എനിക്കൊരു ഷോള് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ കൂട്ടുകാരായിരുന്നു. എനിക്ക് വാരി തരുന്നതും എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെച്ച് തരുന്നതും എല്ലാം എൻ്റെ കൂട്ടുകാരായിരുന്നു. അവിടെ വെച്ച് ഒരുപാട് ഇവരെന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ മുമ്പോട്ട് പോകുന്തോറും എനിക്ക് വേദനകൾ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ മരുന്ന് കഴിക്കാൻ റെഡി അല്ലായിരുന്നു. കാരണം പാരലൈസ് ആയി പോവും എന്ന് പറഞ്ഞിട്ട് മരുന്ന് എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കുറേ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ വേറൊരു അസുഖമായിട്ട് മാറുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഞാൻ അമ്മയെ വിളിച്ച് എന്നും രാത്രി കരച്ചിലായിരുന്നു. അമ്മ എനിക്കിവിടെ പറ്റുന്നില്ല, ഞാൻ നിർത്തിയിട്ട് വരണോ എന്ന് ഞാൻ അമ്മയടുത്ത് ചോദിച്ചു. അമ്മ പറഞ്ഞു, നീ എന്തായാലും ഒരു കാര്യം ചെയ്, നാട്ടിലോട്ട് കയറി വാ, നമുക്ക് നാട്ടിൽ വന്നിട്ട് ബാക്കി എന്താ ഇനി നടക്കാൻ പോകുന്നേ നോക്കാം എന്ന് പറഞ്ഞ് എനിക്ക് 2 ദിവസത്തിൽ തന്നെ ഞാൻ നാട്ടിലോട്ട് കയറി വന്നു. നാട്ടിലോട്ട് കയറി വന്നിട്ട് എൻ്റെ അടുത്ത് അമ്മ ആദ്യം പറഞ്ഞത്, നമ്മൾ ഹോസ്പിറ്റലിലല്ല പോകുന്നത്, നമുക്ക് കൃപാസനത്തിൽ പോവാം, ഉടമ്പടി എടുക്കാൻ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് ഉടമ്പടി എങ്ങനെ എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു. കാരണം എന്താന്ന് വെച്ചാൽ വെളുപ്പിനെ 5:30 എണീറ്റ് പ്രാർത്ഥിക്കണം, ബൈബിൾ വായന വേണം, ആരോടും ദേഷ്യപ്പെടാനോ ആരുടെ മറുത്തൊരു വാക്ക് പറയാനോ പാടില്ല. കാരണം ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് അനുസരിക്കാം എന്നുള്ള ഒറ്റ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നീ ഉടമ്പടി എടുത്താൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് വേദന ഭയങ്കര അസഹ്യമായിരുന്നു. കാരണം എനിക്ക് എക്സാം പോലും എഴുതാൻ പറ്റാത്തൊരു വിധത്തിലോട്ട് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അന്ന് രാത്രി മൊത്തം ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, ഞാൻ എടുക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഉടമ്പടി എടുക്കാം, എന്നെ അവിടെ നിന്ന് എത്തിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ അവിടുന്ന് ട്രെയിൻ കയറി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിറ്റേന്ന് തൊട്ട് ഞാൻ 5:30 എണീറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല, വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ എന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വേദന ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്താണെങ്കിലും ഞാൻ അമ്മയുടെ തൈലം ഞാൻ എൻ്റെ കയ്യിൽ പരട്ടുമായിരുന്നു. അതോടൊപ്പം എനിക്ക് അമ്മ കഞ്ഞിയൊക്കെ തരുമ്പോൾ മാതാവിൻ്റെ ഇവിടുന്ന് കിട്ടുന്ന ഉപ്പ്, പ്രാർത്ഥിച്ച ഉപ്പ് അതിനകത്തൊക്കെ ഇട്ടായിരുന്നു എനിക്ക് തരുന്നത്. ഞാൻ കുറേ അധികം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നാലും എനിക്ക് പേടിയായിരുന്നു, ഇനി ഈ വേദന വന്നാൽ ഞാൻ എന്തു ചെയ്യും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ വേദന എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ കയ്യിൽ ബാൻഡേജ് ചുറ്റിക്കൊണ്ടായിരുന്നു നടക്കുന്നത്. വേദന അത്രയും രൂക്ഷമായതുകൊണ്ട് എനിക്കൊട്ട് താങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ ബാൻഡേജ് ചുറ്റിയായിരുന്നു നടന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ബാൻഡേജിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല. ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല, ബാൻഡേജ് പിന്നെ ചുറ്റിയിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാതാവിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചു പോയപ്പോൾ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. ഞാൻ ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരും എന്നോടൊപ്പം ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു. ഇവരും പറഞ്ഞു, എടി നമുക്ക് എല്ലാവർക്കും, നീ ഒറ്റയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് പെട്ടെന്ന് വിളി കേൾക്കും. നമുക്കെല്ലാവർക്കും രാവിലെ 5:30 നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ചിരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ആയാലും എനിക്ക് എൻ്റെ മാതാവ് വേദന എന്താണെന്ന് അറിയിച്ചിട്ടില്ല. കൈമുട്ട് കുറച്ച് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അത് വലിയൊരു കാര്യമാണ് എനിക്ക് ഉണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുകാരുടെ ഓരോ പ്രാർത്ഥനകളും മാതാവ് കേട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാലും അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് നടത്തി കൊടുക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ അലാം വെച്ച് 5:30 എണീച്ച് അച്ഛൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കും. അതുപോലെ തന്നെ അതേപോലെ തന്നെ ഒരു പ്രശ്നമായിരുന്നു ഞങ്ങളുടെ 4th ഇയറിൻ്റെ എക്സാം എന്നുള്ളത്. ഞാൻ 2nd ഇയർ തൊട്ടാണെങ്കിൽ
ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ടായാലും എനിക്ക് നല്ല മാർക്കോടെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് നല്ല മാർക്കോടെ തന്നെയായിരുന്നു അമ്മ മാതാവ് പാസ്സാക്കിയിട്ടുള്ളത്. ഡിസ്റ്റിങ്ഷനോടെ തന്നെ അമ്മ മാതാവ് ഞങ്ങളെ പാസ്സാക്കി. പക്ഷേ ഫോർത്ത് ഇയറിലെ എക്സാം ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിപ്പോയി. കാരണം ഈ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എന്ന് പറയുന്നത് 6 മാസം ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ആയിരിക്കും. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ജോലി മാത്രമേ ഉള്ളൂ. പഠിക്കാനായാലും ക്ലാസ്സിന് പോകാനാണെങ്കിലും ഒന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആയിരിക്കും മിക്ക ദിവസങ്ങളിലും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങും. കാരണം അത്രയും ക്ഷീണമായിരിക്കും. ഞങ്ങൾക്ക് പഠിക്കാനായിട്ടോ ഓരോന്ന് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാനായിട്ടോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ 6 മാസം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല. ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് തീരുന്നതിൻ്റെ അന്ന് ലാസ്റ്റ് സെൻഡ് ഓഫ് ഡേയുടെ അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ ടൈം ടേബിൾ കിട്ടി. 1 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 11-ാം തീയതി ഞങ്ങളുടെ എക്സാം തുടങ്ങുമായിരുന്നു. ഞങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ വെറും 29 ദിവസം മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. 4 സബ്ജക്റ്റ് ഉണ്ട്. ഈ 4 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പണ്ട് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോഴായാലും ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും ഇന്റേണൽ എക്സാമും ഒക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു എന്തായിരിക്കും, എവിടുന്നാ എഴുതണ്ടേന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് അറിയായിരുന്നു. പക്ഷെ ഈ ഫോർത്ത് ഇയറിൽ അത്രയും ഞങ്ങൾ കൂടുതൽ പഠിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഈ 1 മാസം എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ അത് പൂർത്തീകരിക്കും എന്നൊന്നും അറിയത്തില്ല. 4 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റ് തന്നെയായിരുന്നു. റിസർച്ചും സ്റ്റാറ്റിസ്റ്റിക്സും. സ്റ്റാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിരി പാടാണ്. കാരണം അതിനകത്ത് കൂടുതൽ കണക്കുകളാണ് ചോദിക്കുന്നത്. ഈ 4 വർഷം ഞങ്ങൾക്ക് കണക്കെന്ന് പറയുന്നൊരു സബ്ജക്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ടച്ച് എല്ലാം വിട്ടുപോയായിരുന്നു. എങ്ങനെ കണക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്ത് തീരാൻ പറ്റുമോ, ഓരോ ഇക്വേഷൻസ്, കാര്യങ്ങൾ, സ്റ്റെപ്സ് ഇതെല്ലാം ഞങ്ങൾ കാണാതെ പഠിക്കണമായിരുന്നു. കാണാതെ പഠിക്കുകയാണെങ്കിൽ പോലും മനസ്സിലാക്കി പോലും ഞങ്ങൾക്ക് പഠിക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ളൊരു ഒറ്റ മൈൻഡ് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം, നമ്മളുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് ഇടാം, ബാക്കിയെല്ലാം ഇനി മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് തന്നെ ഞങ്ങളുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ, ഞങ്ങളുടെ ടൈം ടേബിൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. ഈ ഒരു സബ്ജക്റ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കാം, ഇത്ര ദിവസത്തിനുള്ളിൽ അടുത്ത സബ്ജക്റ്റ് എടുക്കാം എന്നുള്ളത് ഞങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി. ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പറയുന്നത് ഫോർത്ത് ഇയറിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി എക്സാം എന്ന് പറയുന്നത് വിജയ ശതമാനം ഭയങ്കര കുറവുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എളുപ്പമാണെന്നൊക്കെ തോന്നിയാലും സീനിയേഴ്സിനായാലും എല്ലാവർക്കും പോയിട്ടുള്ളത് കൂടുതലും കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് OBG കഴിഞ്ഞിട്ട് ഒറ്റ ദിവസം മാത്രമേ ഉള്ളായിരുന്നു കമ്മ്യൂണിറ്റി എക്സാം പഠിക്കാനുള്ള സമയം. OBG എക്സാം ഒക്കെ കഴിഞ്ഞു. OBG എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, എങ്ങനെ എഴുതി തുടങ്ങും എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഒരു ചാപ്റ്റർ തന്നെ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ ഇയറും കാര്യങ്ങളും എല്ലാം കാണാതെ പഠിച്ചെഴുതേണ്ട ഒരു സാധനമാണ്. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തപ്പോൾ 2018 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 2018 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിലും ഈ പ്രോഗ്രാംസ് ചോദിക്കാതെ ഇരുന്നിട്ടില്ല. ഈവൻ സപ്ലിമെന്ററി എക്സാമിനാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ അത് എന്തുവായാലും വരും, പക്ഷെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയമില്ല, അത് പഠിച്ചാലോട്ട് ഞങ്ങൾ ഓർത്തിരിക്കത്തുമില്ല. ഞങ്ങൾ അപ്പോൾ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ അത് വെക്കാം. കാരണം ഞാൻ ഇവിടെ ലാസ്റ്റായിട്ട് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് അവിടുന്ന് ടോക്കൺ കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥന മൊത്തം മാതാവിനെ തരണേ, മാതാവിൻ്റെ രൂപം എനിക്ക് പിടിക്കാൻ പറ്റണേ എന്നുള്ളൊരു മനസ്സായിരുന്നു എൻ്റെ. പക്ഷെ എനിക്ക് മാതാവിനെ കിട്ടിയില്ല, പകരം എനിക്ക് മെഴുകുതിരിയായിരുന്നു കിട്ടിയത്. അപ്പോൾ ചന്ദനത്തിരിയായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്തു ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തപ്പോൾ 2018 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ 2018 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിലും ഈ പ്രോഗ്രാംസ് ചോദിക്കാതെ ഇരുന്നിട്ടില്ല. ഈവൻ സപ്ലിമെന്ററി എക്സാമിനാണെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ അത് എന്തുവായാലും വരും, പക്ഷെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയമില്ല, അത് പഠിച്ചാലോട്ട് ഞങ്ങൾ ഓർത്തിരിക്കത്തുമില്ല. ഞങ്ങൾ അപ്പോൾ വിചാരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ അത് വെക്കാം. കാരണം ഞാൻ ഇവിടെ ലാസ്റ്റായിട്ട് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് അവിടുന്ന് ടോക്കൺ കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥന മൊത്തം മാതാവിനെ തരണേ, മാതാവിൻ്റെ രൂപം എനിക്ക് പിടിക്കാൻ പറ്റണേ എന്നുള്ളൊരു
ഒരു മനസ്സായിരുന്നു എൻ്റെ. പക്ഷെ എനിക്ക് മാതാവിനെ കിട്ടിയില്ല, പകരം എനിക്ക് മെഴുകുതിരിയായിരുന്നു കിട്ടിയത്. അപ്പോൾ ചന്ദനത്തിരിയായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്തു സാരയില്ല, കുഴപ്പമില്ല, അതിനി ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ച് ഫ്രണ്ടിലത്തെ കൗണ്ടറിന്റെ മുമ്പിൽ പോയപ്പോൾ അവിടെ അമ്മ മാതാവിന്റെ രൂപം ഇരിക്കുന്ന കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ രൂപം കണ്ടതോടെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് എന്തൊക്കെ വന്നാലും എനിക്ക് ആ രൂപം വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കിട്ടാതെ പോയത് അമ്മ മാതാവിൻ്റെ രൂപമാണ്. എനിക്കപ്പോൾ എപ്പോഴായാലും എനിക്ക് പ്രാർത്ഥിക്കാം, അമ്മ മാതാവിനോട് സംസാരിക്കണമെങ്കിൽ ആ രൂപത്തെ നോക്കി എനിക്ക് സംസാരിക്കാം, എനിക്ക് തൊടാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ രൂപം വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ പോയത്. ആ രൂപം വാങ്ങിച്ച സമയത്ത് അവിടെ ഫ്രണ്ടിലിരുന്ന് ഞാൻ ആ രൂപം വാങ്ങിച്ച സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ ഈ രൂപം നീ വാങ്ങിച്ചതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഈ രൂപം ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ചേച്ചി പറഞ്ഞു, ഈ രൂപം വെറുതെ ചുമ്മാ തറയല്ലോ അല്ലെങ്കിൽ ടേബിളിൻ്റെ മണ്ടയ്ക്കോ വെക്കാതെ ഇവിടുന്ന് കിട്ടുന്ന നീല പട്ടിൻ്റെ തുണിയുടെ മണ്ടയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പട്ടിൻ്റെ തുണിയെല്ലാം വാങ്ങിച്ച് ഞാൻ ഹൈദരാബാദിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഞങ്ങൾ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു, മാതാവിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പ്രെയർ റൂം പോലെ, പ്രെയർ ഏരിയ പോലെ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തു. ഈ തുണികളെല്ലാം വെച്ചിട്ട് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് അവിടെ മെഴുകുതിരിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അത് നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഈ എഴുതിയ പേപ്പർ നമുക്ക് എഴുതിയിട്ട് നമുക്ക് മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിക്കാം, ഉറപ്പാ നമുക്ക് കിട്ടും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് കിട്ടും, നമുക്ക് ജയിക്കാനുള്ളത് നമുക്ക് അതിനകത്ത് കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടി ഇരുന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ആർക്കൊക്കെ ഏതൊക്കെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് അതിനകത്തുനിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ടോപ്പിക്ക് പോലെ ഞങ്ങൾ എഴുതി വെച്ചു. എസ്ഐക്ക് ഇതുപോലെ വരണം, 5 മാർക്കിന് ഇതുപോലെ വരണം, ഞങ്ങളൊരു ടോപ്പിക്ക് പോലെ എഴുതി വെച്ചു. ആ എഴുതി വെച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും മുട്ടുകൂത്തി എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 36 മലയാളീസ് ഉണ്ട് ഞങ്ങളുടെ ബാച്ചിൽ. ഞങ്ങളെല്ലാവരും ഒരേപോലെ മാതാവിനെ തിരി കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അറിയില്ല, എക്സാമിന് കയറുന്നതിന് മുമ്പായാലും എക്സാമിന് പോകുന്നതിന് മുമ്പായാലും ഞങ്ങൾ എപ്പോൾ ഏതൊരു എക്സാമിനോ ഏതൊരു നല്ല കാര്യത്തിനോ പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാനായിരിക്കും ഇവരുടെ എല്ലാം നെറ്റിയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഉപ്പും കൊടുത്തു വിടാറുണ്ട്. ഞങ്ങളുടെ എല്ലാവരും സീറ്റിൻ്റെ അവിടെ ഇടാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ച് കൊടുത്തു. പതിവ് പോലെ എന്നും ഞങ്ങൾ എക്സാമിന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ എക്സാം ഹോളിൽ ഇരിക്കുക. ഞാൻ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഞാൻ ഇരുന്നത്. കാരണം എൻ്റെ പേര് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനായിരുന്നു ഏറ്റവും ആദ്യം ഇരുന്ന വ്യക്തി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ക്യാമറയുടെ നേരെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംശയം വന്നാൽ പോലും ചോദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന്, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കിയപ്പോൾ ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്കുണ്ടായത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ നോക്കിയിട്ട് കണ്ണടച്ച് കാണിച്ചു, പേടിക്കണ്ട, എല്ലാം ഓക്കെയാണ്. കാരണം ഞങ്ങൾ ആ എഴുതി വെച്ചത് മാതാവിനൊരു സോഫ്റ്റ് കോപ്പി എങ്ങനെയാണോ ഞങ്ങൾ മാതാവിന് കൊടുത്തത്, അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ പോലെയായിരുന്നു. ഞങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണോ അതേ രീതിയിലാണ് മാതാവ് ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചു തന്നത്. എസ്ഐക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോ ആ 2 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ വന്നു. 5 മാർക്കിൻ്റെ ഏത് ക്വസ്റ്റ്യന് വേണമെന്ന് ആഗ്രഹിച്ചോ 7 ക്വസ്റ്റ്യൻസും അതേപോലെ വന്നു. 2 മാർക്കും അതുപോലെ തന്നെ. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ വർഷവും ചോദിക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞങ്ങൾ ചോദിക്കല്ലേ എന്ന് മാതാവിനോട് പറഞ്ഞതും ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും 2 മാർക്കിൽ പോലും മാതാവ് ഇയറിനെ പറ്റിയിട്ടോ പ്രോഗ്രാംസിനെ പറ്റിയിട്ടോ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ മാംസൊക്കെ വിചാരിച്ചു ടഫ് ആയതുകൊണ്ടാണോ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി ഈ മാതാവ് ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഏത് എക്സാം കഴിഞ്ഞാലും ഞങ്ങൾ ആദ്യം വീട്ടിൽ വിളിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആദ്യം ഓടി പോകുന്നത് മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, അമ്മ മാതാവേ ഞങ്ങൾക്ക് നല്ല മാർഗോടെ ജയിപ്പിച്ചു തരണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ ഈ മുമ്പിൽ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ യോഗ്യതപ്പെടുത്തണമേ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേപ്പറുകൾ എന്ത് തെറ്റുണ്ടായെങ്കിലും അത് അമ്മ മാതാവ് അവിടുന്ന് ശരിയാക്കി ഞങ്ങളുടെ പേപ്പറുകൾ നോക്കണേ എന്നായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം ഞങ്ങൾ എക്സാം എല്ലാം കഴിഞ്ഞു. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത്. സമയത്തിൻ്റെ കാര്യമാണെങ്കിലും ഞങ്ങൾ ഏത് സബ്ജക്റ്റിന് റിസർച്ചും സ്റ്റാറ്റിസ്റ്റിക്സും 2 സബ്ജക്റ്റ് 3 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കണം. സ്റ്റാറ്റിക്കകത്ത് കണക്കുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും ഉറപ്പില്ല. എല്ലാ ചേച്ചിമാരും പറയാറുണ്ട് സ്റ്റാറ്റിക്കാർക്ക് സമയം കിട്ടാറില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കണക്ക് നിങ്ങൾക്ക് ചെയ്യണമല്ലോ എന്നുള്ളത് വെച്ചിട്ട്.
ഞങ്ങൾ ഏത് വിഷയത്തിനാണോ ഞങ്ങൾക്ക് സമയം കിട്ടില്ല എന്ന് വിചാരിച്ചത്, ആ വിഷയം ഞങ്ങളെ എല്ലാവരെയും ഒരു 15 മിനിറ്റ് മുമ്പേ ഞങ്ങൾ അത് എഴുതി തീർത്തു. അപ്പം ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ നോക്കി. ഞങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കി. എനിക്ക് പിന്നെയും 15 മിനിറ്റ് പിന്നെയും കിടക്കുക. ആദ്യമായിട്ട് ഞാൻ പിന്നെയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ളതും എനിക്ക് അറിയായിരുന്നു, അതും ഞാൻ എഴുതി വെച്ചു. 15 മിനിറ്റ് എനിക്ക് കിട്ടി. ബാക്കിയുള്ളവരുടെ അടുത്ത് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരേപോലെ 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പേ അവരും എഴുതി തീർത്തായിരുന്നു. എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിയിൽ തന്നെ ടൈം മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആ സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എക്സാം ആയിരുന്നു ഞങ്ങളുടെ നഴ്സിംഗ് മാനേജ്മെന്റ് എക്സാമിന് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിരുന്നു ഞങ്ങൾ നേരിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2018 തൊട്ടുള്ള പേപ്പറാണ് എല്ലാ സബ്ജക്റ്റിനും ഞങ്ങൾ റെഫർ ചെയ്യാറുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2018 തൊട്ടുള്ള മെയിനും സപ്ലിമെന്ററി എല്ലാ എക്സാമും ഞങ്ങൾ റെഫർ ചെയ്യും. പക്ഷെ ഈ വട്ടം വന്ന നഴ്സിംഗ് മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻസ് ഏതാ എന്ന് മനസ്സിലാക്കാത്ത വിധത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ നഴ്സിംഗ് മാനേജ്മെന്റ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് തുറന്നു വെച്ച് പഠിച്ചു. നോർമലി ഞാൻ ചെയ്യാറുള്ളത് രാവിലെ ടെക്സ്റ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ടെക്സ്റ്റ് തുറക്കാറില്ല. ആ ടെക്സ്റ്റ് ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ ടെക്സ്റ്റ് തുറന്നു വെച്ച് ഒരു ടൈം ആയപ്പോൾ ഞാൻ അടച്ചു വെച്ചത് മാതാവിന്റെ ഇവിടുന്ന് തന്ന പത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. ആ പത്രം ഞാൻ ഏതെങ്കിലുമൊക്കെ എനിക്ക് പാടുള്ള സബ്ജക്റ്റിലൊക്കെ ആണെങ്കിൽ ഞാൻ മാതാവിന്റെ പത്രം വെക്കാറുണ്ട്. മാതാവിന്റെ പത്രം എനിക്ക് കിട്ടി. ആ പത്രം വെച്ചിട്ട് ഞാൻ ടെക്സ്റ്റ് അടച്ചു വെച്ചിട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നുകൂടെ പോയി നോക്ക്. എന്തോ ഒരു എനർജി പോലെ എനിക്ക് കിട്ടുന്നുണ്ട്, ഒന്നുകൂടെ പോയി നോക്ക് എന്ന് പറയുന്നുണ്ട്. ആ മടക്കി വെച്ചത് ഏതാണോ അവിടെ പോയി ഒന്ന് നോക്കെന്ന് പറയുന്നുണ്ട്. ഞാൻ വാതിലിന്റെ അവിടെ വരെ ഇറങ്ങി ഞാൻ തിരിച്ചു കയറി വന്നിട്ട് ടേബിളിൽ നിന്ന് ഞാൻ മടക്കി വെച്ച ടെക്സ്റ്റ് എടുത്തു. മാതാവിന്റെ പത്രം എവിടെയാണോ ഇരുന്നത് അത് നൂത്ത് വെച്ച് നോക്കി. ജസ്റ്റ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഇന്നേ വരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് സബ് ടോപ്പിക്സ് മാത്രം നോക്കിയിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ഈ സബ് ടോപ്പിക്ക് ഒരു 10-12 എണ്ണം ഉണ്ടായിരുന്നു, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കെ, ചോദിച്ചാലോ എന്ന് ഞാൻ പറഞ്ഞു. ആ സബ് ടോപ്പിക്സ് പെട്ടെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു, ഇറങ്ങി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എസ്സേ ആയിട്ട് വന്നത് ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് സബ് ടോപ്പിക്സ് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് അറ്റൻഡെങ്കിലും ചെയ്യാൻ പറ്റി. അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതുപോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കുറേ ഔട്ട് ഓഫ് സിലബസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എങ്ങനെ എഴുതണ്ടേന്ന് പോലും അറിയത്തില്ല. പക്ഷെ എഴുതി തുടങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയോ എഴുതി ലാസ്റ്റ് വന്നു കഴിഞ്ഞ് ലാസ്റ്റ് പേജ് തീരാറായി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. കാശുരൂപത്തെ തൊട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, എന്തുവാ എഴുതിയെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അമ്മ മാതാവ് ജയിപ്പിച്ചു തരണേന്ന് പറഞ്ഞിട്ട് ഓരോ പേപ്പറിലും ഞാൻ ആ കാശുരൂപം വെച്ചിട്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ എൻ്റെ പേപ്പർ കൊടുത്തത്. നേരെ വന്നു, എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം നല്ല പാടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇത്ര എഴുതിയതിൽ ഏറ്റവും കൂടുതൽ പാടുള്ള സബ്ജക്റ്റ് ഞങ്ങൾക്ക് തോന്നിയത് നഴ്സിംഗ് മാനേജ്മെന്റ് ആയിരുന്നു. ഞങ്ങൾ നേരെ അമ്മ മാതാവിൻ്റെ അടുത്തോട്ട് പോയി. അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളെ തോപ്പിക്കല്ലേ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഈ ദിവ്യപീഠത്തിൽ വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയണം. അത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഇത്രയും നാളും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാം ഒരു രീതിയിൽ പോയി. ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കോടെ, ഞങ്ങൾക്ക് 2 പേർക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കി എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്സോടെ മാതാവ് ജയിപ്പിച്ചു. നല്ല മാർക്കോട് തന്നെയാണ് ജയിപ്പിച്ചത്. അപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നത് നഴ്സിംഗ് മാനേജ്മെന്റിന് ഞങ്ങൾക്ക് മെമ്മോ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. സോ ഞങ്ങൾക്ക് മെമ്മോ കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ മാർക്ക് കാണാൻ. കാരണം അത് പാസ്സെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ, കാരണം അല്ലാതെ നമുക്ക് ഒരിക്കലും ഫസ്റ്റ് ക്ലാസ്സിനും ഡിസ്റ്റിങ്ഷനും കിട്ടത്തില്ല. ഞങ്ങൾക്ക് ആ മാർക്കാണ് ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതും. അതോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യം കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ഉറപ്പാണ്, ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെയായിരിക്കും. കാരണം എന്താണെന്നറിയില്ല, ഞങ്ങൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് അവൾക്ക് ഇതുപോലെ നെക്കിൻ്റെ അവിടുന്ന് അവൾക്കും മസിൽ പെയിൻ ആയിട്ട് അവൾ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയിട്ടും അവൾക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലും എക്സാമിന് ടൈം ആയതുകൊണ്ട് നാട്ടിലോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എടി എനിക്കൊന്ന് കുരിശ് വരച്ച് തരുമോ, എണ്ണ വെച്ചിട്ട് കുരിശ് വരച്ച് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാ എക്സാമിന് മുമ്പിലും ഞാൻ അവൾക്ക് കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അവൾ തിരിച്ചിറങ്ങി വന്നിട്ട് പറയാറുള്ളത്,
എങ്ങനെയെന്ന് അറിയത്തില്ല. അത്രയും സമയം ഞാൻ എൻ്റെ വേദനയെ പറ്റി അറിഞ്ഞിട്ടേ ഇല്ല. എനിക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ വേദന എനിക്ക് വന്നിട്ടില്ല എന്ന് അവൾ എൻ്റെ അടുത്ത് പറയുന്നത്. അതൊക്കെ എനിക്ക് ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. പിന്നീട് ഇവിടുന്ന് തന്ന പത്രങ്ങൾ ഞാൻ എൻ്റെ എല്ലാ ഹോസ്റ്റലിലെ എല്ലാ വിശ്വാസികൾക്കും ഞാൻ എൻ്റെ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. എല്ലാവരുടെ അടുത്തും ഞാൻ പറയും, ഇതുപോലെ കൃപാസനം ഇങ്ങനൊരു പള്ളിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ. ഇപ്പം ആർക്കെങ്കിലും ജോലി ഇല്ലാത്തതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എല്ലാം നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോ. ജൂനിയേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഞാൻ പറയും, നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണം, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി അമ്മ മാതാവിൻ്റെ അടുത്ത് പറയാം, അമ്മ മാതാവ് നടത്തി തരും എന്നുള്ളൊരു ഇത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളെ ശക്തീകരിച്ചൊരു വാക്യമായിരുന്നു സെഫാനിയ 3:17. എൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ആ ഒരു വാക്യം ഞങ്ങളെല്ലാവരും ഉരുവിട്ടൊരു 3 തവണയെങ്കിലും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ എക്സാമിന് പോകുന്നത്. എക്സാമിൻ്റെ ഇടയിൽ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ പറയും, കർത്താവെ ഞങ്ങളുടെ മധ്യയിൽ കാണണമേ, ഞങ്ങളുടെ മധ്യയിൽ കാണണമേ, ഞങ്ങളെ ജയിപ്പിച്ച് തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന ചൊല്ലിയാണ് എല്ലാ എക്സാമും ഇതുവരെയായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ റിസൾട്ട് തന്നെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഇന്ന് ഈ ദിവ്യപീഠത്തിൽ വന്ന് ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ ഏറ്റവും വലിയ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് തന്നെ പറയാം, ഇവിടെ വന്നിട്ട് എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള സാക്ഷ്യം, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറയാൻ പറ്റി. അതിന് തന്നെ ഒരുപാട് നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. മത്തായിയുടെ സുവിശേഷം സാക്ഷ്യം, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറയാൻ പറ്റി. അതിന് തന്നെ ഒരുപാട് നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആഷ്ലി ജേക്കബ് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെയും കൂട്ടുകാരെയും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ അമ്മ നിർത്തിയിരിക്കുന്നത്. BSc നഴ്സിംഗ് കഴിഞ്ഞ ഈ മകളും കൂട്ടുകാരുമായിരിക്കും. അത് ആദ്യമേ തന്നെ ഈ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യം തന്നെയാണ് ഈ മകളെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരുമിച്ച് കൂട്ടമായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ മകളെയും കൂട്ടുകാരെയൊക്കെ പരിശുദ്ധ അമ്മ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ 4th സെമസ്റ്ററായ ലാസ്റ്റ് എക്സാമോടെ പാസ്സാകുവാനായിട്ട് അത് അവസാനത്തെ 1 മാസത്തിനുള്ളിൽ ടൈം ടേബിൾ വരികയും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് എപ്പോഴും ഒരു ആശ്രയമായിട്ട് ഉണ്ടായിരുന്നു. കാരണം എപ്രകാരം ഈ മക്കള് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഒരു സോഫ്റ്റ് കോപ്പി അവിടെ സമർപ്പിച്ചപ്പോൾ ഒരു ഹാർഡ് കോപ്പി ആയിട്ട് എന്താണ് ഇവർ ആഗ്രഹിച്ച ടോപ്പിക്കുകൾ അതേ രീതിയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഈ മക്കൾക്ക് വളരെ സുഖമായിട്ട് എഴുതുവാനും പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് അത് ചെയ്യുവാനുള്ള ഒരു വലിയ കൃപയാണ് പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. അത് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള കൂട്ടായ ഒരു പ്രാർത്ഥന തന്നെയാണ്. ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ കേൾക്കുകയും പരിശുദ്ധ അമ്മ ഇവർക്ക് ഒരു കൂട്ടായ്മ കൊണ്ട് ഒരു വലിയൊരു ആത്മീയമായ ധൈര്യവും എന്തിനേയും നേരിടാനുള്ള ഒരു വലിയ ശക്തി കൂടിയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈ മക്കൾക്ക് ലഭിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇനിയും മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ ആശ്ലയെയും കൂട്ടുകാരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് പരിശുദ്ധ അമ്മ ഇനിയും മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.